സെൽഫ് ലവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യ നമുക്ക് ആ ഒരു ലൈഫ് ഇല്ലാതാക്കാൻ തോന്നാം. ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ ഞങ്ങളുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഓർഗനൈസ് ചെയ്ത സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയോടനുബന്ധിച്ചിട്ടുള്ള പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ. ഈ പോസ്റ്റേഴ്സൊക്കെ കണ്ടുകൊണ്ട് ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, ഈ പോസ്റ്റേഴ്സിലൂടെയൊക്കെ ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഓരോ മെത്തേഡ്സ് അല്ലേ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് പത്രത്തിൽ ദേശീയ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആത്മഹത്യ നിരക്കിൽ കേരളം 3ാമതെത്തി. അതുപോലെ തൊഴിലില്ലാത്ത യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നതിൽ 1ാമതും കൂട്ട ആത്മഹത്യയിൽ 2ാമതുമാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എത്രയേറെ അവയർനെസ് കൂടുതൽ കൊടുക്കുന്നു അത്രയേറെ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണോ അല്ലെങ്കിൽ റേറ്റുകൾ കൂടുകയാണോ ചെയ്യുന്നത്. ആൻഡ് ഇത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തന്നെ വെർട്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞ ടേമിലും അറിയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ എത്രയേറെ ഈ ഒരു കാര്യങ്ങൾ സെൻസേഷൻ ആവുന്നു അല്ലെങ്കിൽ ഇൻസിഡൻസ് കൂടുതലായിട്ട് നടക്കുന്നു, അത്രയേറെ അതിനോട് ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ അറിയാതെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വന്നാലോ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടായാലോ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു നോർമൽ വേ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് പലരും. ആൻഡ് അതൊരു സോഷ്യൽ ലേണിങ്ങോ മോഡലിംഗ് ഒക്കെ ആയി മാറുകയാണ്. ഇതിന് ചിലപ്പോൾ റീസണായി വരുന്നത് ഏറ്റവും പോർലി ഫ്രെയിംഡ് ആയിട്ടുള്ള മീഡിയ കവറേജും സ്റ്റോറീസൊക്കെയാണ്. അതിൽ കൂടുതൽ മെത്തേഡ്സിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നതോടൊപ്പം തന്നെ ഒരു റിക്കവറി അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്ത് കിടക്കാം എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കാതെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റേഴ്സിലുണ്ടായിരുന്നത് പോലെ ഉള്ള ഒരു കാര്യമായിരിക്കും ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് വന്നത്. ഈവൻ ഈ വീഡിയോ തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ആകുന്നവരുണ്ടാവാം. പക്ഷേ പറയാനുള്ളത് ഇതാണ്, ലൈഫിൽ നമ്മൾ ഇത്രയേറെ മുന്നോട്ട് വന്നു, ഇത്രയും ജീവിച്ചു, എന്നിട്ട് ഒരു തരി പോലും നമ്മളോട് ഇഷ്ടം നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? വി ലവ് അവർ സെൽഫ്. ഒരു സെൽഫ് ലവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ മനുഷ്യ നമുക്ക് ആ ഒരു ലൈഫ് ഇല്ലാതാക്കാൻ തോന്നാം. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലാതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ പോരെ. ആൻഡ് ഈവൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു എന്ന് വിചാരിക്കുക, ദെൻ എന്തിനാണ് നമ്മളെപ്പോലെയുള്ളവരുണ്ടാവുന്നത്? വൈ സൈക്കോളജിസ്റ്റും ഹ്യൂമൻ റിസോഴ്സസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എല്ലാ രാഷ്ട്രങ്ങളും. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവില്ല ഓരോ മെക്കാനിസം. അല്ലെങ്കിൽ മൈത്രി പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഒറ്റ കോൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളൊരു ഡിസിഷൻ തീരുമാനിച്ച് വെച്ചു, ഇങ്ങനെയാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ കോളും കൂടി ചെയ്തിട്ട് ആ ഒരു ഡിസിഷൻ നമുക്ക് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ ആ കോളും കൂടി ഒന്ന് ചെയ്ത് നോക്ക്, അറിയാലോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന്. സോ ഞാൻ പറയാൻ വന്നത്, തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്ന് ഒരു പ്രാവശ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചു തോക്കൂല.